ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വന്നത്. വയലട എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് തിരിച്ച് പോകാനേ തോന്നിയിട്ടില്ലല്ലോ. അത്രയ്ക്ക് നൊസ്റ്റാൾജി ഫീൽ കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെയാണെങ്കിൽ അവളെ അമ്മുമ്മയുണ്ട് കേട്ടോ. 105 വയസ്സുണ്ട്. എന്ത് സുന്ദരിയാണെന്നറിയോ. അതാ ഈ പ്രായത്തിൽ ഇത്രയും സുന്ദരിയായിരിക്കുന്നെങ്കിൽ അപ്പം നല്ല പ്രായത്തിൽ എന്തോരം സൗന്ദര്യം ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അതാ ഞങ്ങളെ കണ്ട ഉടനെ കയ്യിലൊക്കെ ഉമ്മ തരയും ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊന്നും നാട്ടിലൊന്നും കിട്ടാത്തൊരു സാധനം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എന്തെന്നറിയോ, കുന്നിക്കുരു. ഞങ്ങളുടെ നാട്ടിലൊക്കെ മഞ്ചാടി ഉണ്ട്, പക്ഷെ കുന്നിക്കുരു അങ്ങനെ കിട്ടാറില്ല. റെയറായിട്ടേ കിട്ടാറുള്ളൂ കേട്ടോ. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളേ. ഇപ്പം അവിടെ വന്നപ്പോൾ ശരിക്കും കുന്നിക്കുരുവും കൊക്കോ മരവും കൊക്കോ തോട്ടം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ഏക്കർ കണക്കിന് സ്ഥലമാണ് അവിടെയാണ് കേട്ടോ കൊക്കോ നട്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ കൊക്കോ ആയിരുന്നേ. കുരു അവിടെ തന്നെ കൊടുക്കണം കേട്ടോ. അതിൽ ചോക്ലേറ്റ് എടുക്കാനാണ് കേട്ടോ അവർക്ക്. അങ്ങനെ ഈ ചെറിയ അടയ്ക്കയുണ്ടോ, ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതില്ല കേട്ടോ. അങ്ങനെ ചെറിയ അടയ്ക്കയും അവിടെ കുറേ സാധനങ്ങൾ ഞങ്ങളുടെ നാട്ടിലില്ലാത്തത് തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ അടുത്തൊക്കെ കണ്ട് സംസാരിച്ച് ചിരിച്ചും കളിച്ചൊക്കെ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പോയി കേട്ടോ. അതാ നമ്മുടെ അവിടെ ഒന്നും ഇല്ലാത്ത പൂക്കൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഇത് ബംബ്ലിയാസാണ്. ഇതൊക്കെ ഞങ്ങളവിടെ കിട്ടുന്നത് തന്നെയാണ്. അങ്ങനെ അത് നമുക്ക് തറയിൽ കിടന്ന് കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തന്നെ വഴിയിലെ അത് കുത്തി തൊളിച്ച് കഴിച്ചുകൊണ്ട് പോയി കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണേ. ഈ കുട്ടീനെയും കൊണ്ടുപോയി കേട്ടോ. നമ്മൾ പുഴയിൽ പോകാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാനായിട്ട്. പൂവൊക്കെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. പോണ വഴിയിൽ ആനേനെയും കണ്ടു. കുറേ കൊക്കോ മരങ്ങളുടെ തോട്ടം, ഇഷ്ടം പോലെ കൊക്കോര തോട്ടമായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് ആണ് കേട്ടോ പോയത്. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇനി വരുമ്പോൾ വേറെയും കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ മലയിലൊന്നും പോയില്ല, സമയം കിട്ടാത്തതുകൊണ്ട് മലയിലൊന്നും പോയില്ല കേട്ടോ. പിന്നെ കൊക്കത്തോട്ടമാണ് ഇത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജി ഫീലായിരുന്നേ. ഈ പുഴയിലാണ് കേട്ടോ കുളിക്കാൻ വന്നത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടെയുള്ളൊരു ഇല വെച്ച് തന്നെ അവൾ ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ, താളി. അങ്ങനെ ഞാൻ അവിടെ അടിപൊളിയായിട്ട് കുറേ നേരം നിന്ന് കുളിച്ച്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.